ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരാഴ്ചത്തെ ജീവിതം ഞാനിങ്ങനെ ചിന്തിക്കുവായിരുന്നു എങ്ങനെയായിരുന്നെന്ന്. അപ്പൊ എനിക്ക് അത് 139 അധ്യായം, 139 സങ്കീർത്തനം അതാണ് എൻ്റെ മനസ്സിലോട്ട് വന്നത്. ഞാനത് വായിച്ചപ്പം വളരെ ഗ്ലോറിയസ് ആയിട്ട്, വളരെ മഹത്വപൂർണ്ണമായിട്ട് എനിക്ക് തോന്നി. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാനും, നമുക്കെല്ലാം അറിയുന്ന ഭാഗമാണ് അത്. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. 139 സങ്കീർത്തനം എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണല്ലോ. അതിനകത്ത് എഴുതിയിരിക്കുന്നത്, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് താഴോട്ട് പോകുമ്പോൾ, ശോധന ചെയ്യുന്നതിൻ്റെയും അറിയുന്നതിൻ്റെയും ഏറ്റവും മൈന്യൂട്ടസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ചെറുതായിട്ടുള്ള കാര്യങ്ങൾ വരെ ഇവിടെ ഇവിടെ സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുക. അത് നമുക്ക് നോക്കാം. ഈ 3-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ലൈന്, യു ആർ ഇന്റിമേറ്റ്ലി അക്വൈൻറ്റഡ് വിത്ത് ഓൾ മൈ വേസ്. ഒരാളെ ഇന്റിമേറ്റ് ആയിട്ട് അറിയുന്ന ആരാ? ഏറ്റവും നമുക്ക് ചിന്തിക്കാം, ഒരു കല്യാണം കഴിഞ്ഞ ഒരാൾ ഉടനെ ചിന്തിക്കാം ഹസ്ബൻഡിനാണ് ഇന്റിമേറ്റ് ആയിട്ട് എന്നെ അറിയാവുന്നതെന്ന്. ബട്ട് ആക്ച്വലി കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഹസ്ബൻഡിന് മരിച്ചു പോയ ചിലർ കാണും. ചിലപ്പം ഈവൻ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കാണുമായിരിക്കും. ഇന്നത്തെ കാലത്ത് ഒത്തിരി ഉണ്ടല്ലോ അങ്ങനെ. അല്ലെങ്കിൽ ജീവിച്ചിരുന്നാലും ഇന്റിമേറ്റ് ആയിട്ട് മനസ്സിലാകുന്നില്ല പല കാര്യങ്ങൾ. അല്ലെങ്കിൽ ചിലപ്പോൾ ഓർമ്മക്കുറവായിരിക്കാം. പക്ഷെ ഇവിടെ കർത്താവ് വേറൊരു ഭാഗത്ത് യെശയ്യാ 54 പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഗോഡ് ഇസ് അവർ ഹസ്ബൻഡ് എന്ന്. അപ്പൊ ആ രീതിയിൽ ആക്ച്വലി എങ്ങനെ ഇന്റിമേറ്റ്ലി അക്വൈന്റഡ്, അങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോരോ ഭാഗമായിട്ട് നോക്കാം. 2-ാം വാക്യം. 2-ാം വാക്യത്തില്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയും. നമ്മുടെ ആക്ഷൻസ്, അതായത് ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും. 3-ാം വാക്യം, എന്റെ നടപ്പും കിടപ്പും. ഞാനത് ആലോചിച്ചപ്പോൾ ചിന്തിക്കുമായിരുന്നു, വേറെ ആർക്കാ അങ്ങനെ നമ്മളെ അറിയാവുന്നേ? ഇരിക്കുന്നതും ഞാൻ കിടക്കുക, കുറച്ചു നേരം കൂടെ കിടന്നാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുക. പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേൽക്കുക, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം ചെയ്യണം എന്ന് ഓർക്കുക, അപ്പൊ അങ്ങോട്ട് പോവാം. കർത്താവിന് ഇതിന്റെ ഓരോ ഭാഗവും കർത്താവിന് അറിയാം. അത് കഴിഞ്ഞ് അതാ നമ്മുടെ ആക്ഷൻസ്. അത് കഴിഞ്ഞ് താഴോട്ട് വന്നാല് ഒരു വാക്ക്, 4-ാമത്തെ വാക്ക്, ഒരു വാക്കും നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. ഞാൻ ഒരു വാക്ക് പറയുന്നതിന് മുമ്പേ കർത്താവിന് അറിയാം. കർത്താവിന് അറിയാം. ഈവൻ ബിഫോർ ദർ ഇസ് എ വേർഡ് ഓൺ മൈ ടങ്, ബിഹോൾഡ് ഓ ലോർഡ് ദൗ നോയ്സ് ഇറ്റ് ഓൾ. എല്ലാം അറിയാം. അത് കഴിഞ്ഞ് ഈ 2-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ലൈൻ, എന്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. അത് ഇരിക്കുന്നത് ഇംഗ്ലീഷില്, ദ അണ്ടർസ്റ്റാൻഡ് മൈ തോട്ട്സ്. അപ്പൊ ആക്ഷൻസ് അറിയാം, വാക്കുകൾ അറിയാം, തോട്ട്സ് അറിയാം. പിന്നെ നമ്മള് 3-ാം വാക്യത്തിൽ പറഞ്ഞ വഴികൾ, എന്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കും. ഇനി എന്റെ എന്ത് കാര്യങ്ങളാ ബാക്കിയുള്ളത്? ഞാൻ ചെയ്യുന്ന കാര്യങ്ങള്, ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങള്, ഞാൻ പറയുന്ന വാക്കുകള്, എന്റെ വഴികള്. ഞാനത് എൻ്റെ കഴിഞ്ഞ ഒരാഴ്ചത്തെ ജീവിതം ഞാൻ ചിന്തിക്കുമായിരുന്നു. നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാം. ഞാൻ പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാം, എങ്ങനെയാ കർത്താവ് നടത്തിയത്? നമുക്ക് എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയാത്ത സമയങ്ങള്, എങ്ങനെ എങ്ങോട്ട് പോകണമെന്നറിയാത്ത സാഹചര്യങ്ങള്, എന്ത് ചെയ്യണം എന്നറിയാതെ ഇരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ദിവസത്തെ അറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെ ആയിക്കോട്ടെ, കർത്താവിന് അത് ഇന്റിമേറ്റ് ആയിട്ട് അറിയാമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇന്റിമേറ്റ് ആയിട്ട്. അത് കഴിഞ്ഞിട്ട് 5-ാം വാക്യം വളരെ അനുഗ്രഹമാണ്. നീ മുമ്പും പിമ്പും എന്നെ അടച്ചു, നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അതെനിക്ക് ഗ്രഹിച്ചു കൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. അതായത് കർത്താവ് നമ്മളെ എൻക്ലോസ് ചെയ്തിരിക്കുക, നമ്മളെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുക. മാത്രമല്ല കർത്താവിന്റെ കൈ എൻ്റെ മേല്. അതായത് ഞാൻ ആലോചിച്ച് നോക്കിയാൽ, നമുക്ക് ഒത്തിരി സ്നേഹമുള്ള ഒരാൾ വന്ന് നമ്മളെ ഹഗ് ചെയ്ത് നമ്മളെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് നടന്നാൽ നമുക്ക് എത്ര സന്തോഷമായിരിക്കും, അല്ലെ? നമ്മൾ വിചാരിക്കും, അയ്യോ ഇയാൾ പോകണ്ടായിരുന്നു, എല്ലാ സമയത്തും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നു എന്ന്. പക്ഷെ ഈ ലോകത്തിലെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ എല്ലാവരുടെയും കൂടെ എല്ലാ സമയത്തും നിൽക്കാൻ പറ്റില്ലല്ലോ. അവർക്കും പറ്റില്ലല്ലോ നമ്മളുടെ കൂടെ നിൽക്കാൻ. പക്ഷെ കർത്താവ് പറയാ, ഈ സങ്കീർത്തനക്കാരൻ തന്റെ അനുഭവത്തിൽ നിന്ന് പറയുക, നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. കർത്താവിന്റെ കൈ എൻ്റെ മേലെ ഉണ്ട്. ഞാനത് കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ഇത് ഒത്തിരി അനുഭവിച്ചറിഞ്ഞു. ഓരോ സമയത്തും ഞാൻ വിചാരിക്കുമായിരുന്നു, ആക്ച്വലി ഞാനും
എൻ്റെ ഫ്രണ്ടും കൂടെ ഇങ്ങോട്ട് തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് യാത്ര ചെയ്യുമായിരുന്നു. ഒരു റെയിൽവേ ക്രോസിന്റെ അവിടെ എത്തി. റെയിൽവേ ക്രോസിന്റെ അവിടെ എത്തി. പെട്ടെന്ന് ആക്ച്വലി അന്ന് ഇച്ചിരി നേരത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ പറ്റി. നേരത്തെ വീട്ടിൽ പോവാം. വേറൊരാളുമായിട്ട് മീറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചാ ഞങ്ങൾ ഇറങ്ങിയത്. ഇറങ്ങി ഏകദേശം ഒരു 45 മിനിറ്റ്സ് റെയിൽവേ ക്രോസിന് മുമ്പിൽ. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുകയും റെയിൽവേ ക്രോസ് അടച്ചു. അത് കഴിഞ്ഞ് ഒരു ലൈൻ റിപ്പയർ ചെയ്യുന്ന ഒരു ട്രെയിൻ വന്നു. അവര് വന്ന് ഓരോരോ ആദ്യം തൊട്ടേ റിപ്പയർ ചെയ്തോണ്ടിരിക്കും. 45 മിനിറ്റ്സ് മിനിമം എനിക്ക് തോന്നുന്നു 1 മണിക്കൂറാണോന്ന് അറിയത്തില്ല. അങ്ങനെ ഞങ്ങള് ബ്ലോക്കായി. എനിക്ക് സന്തോഷമുള്ളത് പറയാന്, ഞങ്ങൾ 2 പേരും ഡിസ്റ്റർബ്ഡ് ആയില്ല. കാരണം ഇന്ന് തിരിഞ്ഞ് നോക്കിയാൽ ഞാൻ ചിന്തിക്കുമായിരുന്നു, കർത്താവിനാ ഞങ്ങളുടെ വഴികൾ അറിയാം. അതുകൊണ്ടാ. ആക്ച്വലി ഞങ്ങൾ ഒരാളെ മീറ്റ് ചെയ്യാം ഒരു 20 മിനിറ്റിൽന്ന് ചിന്തിച്ച് ഇറങ്ങിയതാ. പക്ഷേ അവർക്ക് ആ സമയം അസൗകര്യമായിരുന്നു. ഞാൻ ചിന്തിക്കുമായിരുന്നു, അത് കർത്താവിനറിയാം. കാരണം അവർക്കത് സൗകര്യമായിരുന്നെങ്കില് ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നേനെ. കാരണം കർത്താവിന് ഞങ്ങൾക്ക് മുമ്പേ അറിയാം അവിടെ ഒരു ബ്ലോക്ക് വരും ഞങ്ങളുടെ യാത്രയിൽന്ന്. അത് മാത്രമല്ല ഞങ്ങളാ ബ്ലോക്ക് വന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഒരു ഡെയിലി ഡിവോഷൻ ഞാൻ ഇന്നും ശ്രദ്ധിക്കുന്ന ഒരു ഡെയിലി ഡിവോഷൻ ഉണ്ടായിരുന്നു. ഞാനത് ഓൺ ചെയ്തു. അപ്പൊ അതെന്റെ ഫ്രണ്ടിന് വളരെ അനുഗ്രഹമായി. "അയ്യോ! എനിക്കും അത് എല്ലാ ദിവസവും കേൾക്കണംന്ന്" പറഞ്ഞു. ഞാൻ ഓർക്കുവായിരുന്നു അങ്ങനെ ഒരു 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 ഇടയ്ക്ക് ഒരു താമസം വന്നില്ലായിരുന്നെങ്കില് അപ്പൊ കർത്താവ് ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്താണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവം നടത്തുന്നത്. ദൈവം നമ്മളെ നടത്തുന്നത്. അപ്പം നമ്മള് എത്ര ധൈര്യമാണ് ഈ വാക്യങ്ങൾ തരുന്നതെന്ന്. അത് കഴിഞ്ഞ് ചില സമയത്ത് എനിക്ക് വളരെ നിരാശ തോന്നുന്ന സമയങ്ങളുണ്ട്. അല്ല 7 തൊട്ട് താഴോട്ട് വായിക്കാം. "നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? എനിക്ക് എവിടെയെങ്കിലും ഒളിച്ചു പോകാൻ തോന്നുമോ? എനിക്ക് ഇരിക്കാൻ തോന്നുന്നില്ല ഇവിടെ. തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗ്ഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ" എന്ന് പറഞ്ഞാൽ അത്ര എനിക്ക് ബുദ്ധിമുട്ടുള്ള സമയം. എനിക്ക് ആരെയും ഫേസ് ചെയ്യണ്ട. എനിക്ക് എവിടെയെങ്കിലും പോയി ഒന്ന് ഇരുന്നാ മതി, ഒന്ന് കിടന്നാ മതി. എനിക്ക് ആരോടും സംസാരിക്കണ്ട. സമുദ്രത്തിന്റെ അറ്റത്ത് ആ സാധാരണ ആൾക്കാർക്കൊന്നും വരാനും പറ്റത്തില്ല. കാണാനും പറ്റാത്ത സ്ഥലമല്ലേ. അവിടെ പോയാലും ആ 10ാമത്തെ വാക്യം എന്തെന്നറിയോ? അവിടെയും കർത്താവ് കാണുമെന്നോ അറിയുമെന്നോ അല്ല. നിന്റെ കൈ എന്നെ നടത്തും. നിന്റെ വലങ്കൈ എന്നെ പിടിക്കും. എത്ര അനുഗ്രഹമാ. ഞാൻ തന്നെ ചിലപ്പോൾ നിരാശപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നാൽ, അല്ലെങ്കിൽ ധൈര്യം കുറവാകുന്ന, വെപ്രാളപ്പെടുന്ന അവസരം വന്നു കഴിഞ്ഞാൽ കർത്താവ് അവിടെയും സങ്കീർത്തനക്കാരൻ പറയുക, "നിന്റെ കൈ എന്നെ യു വിൽ ലീഡ് മീ. നിന്റെ വലങ്കൈ എന്നെ പിടിക്കും." തിരിഞ്ഞു നോക്കിയാൽ ഇത്രയും പ്രായത്തിൽ നിന്ന് പുറകോട്ട് നോക്കിയാൽ എങ്ങനെയാ കർത്താവ് നടത്തിയത്? എങ്ങനെയാ കർത്താവ് പ്ലാൻ ചെയ്യുന്നത്? ഞാന് ഓരോരോ എനിക്ക് അത്രയും പറയാൻ സമയമില്ലല്ലോ. ഞാൻ ചിന്തിക്കുവായിരുന്നു ഒരു ഫെബ്രുവരിയിൽ ഒരു പർട്ടിക്കുലർ വർക്കിംഗ് ഡേയില് എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരു ഫ്രണ്ടിന്റെ മോന്റെ കല്യാണമുണ്ട്. അപ്പൊ അവര് വിളിച്ചു. ഞാൻ എങ്ങനെ ആ വർക്കിംഗ് ഡേയില് പോകും എന്ന് ചിന്തിച്ചു. അപ്പൊ ഫൈനലി അവരോടുള്ള ആത്മീയ ബന്ധം കൊണ്ട് പോകാനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോകാനായിട്ട് തീരുമാനിച്ചു. എനിക്ക് ഡേറ്റ് നേരത്തെ പ്ലാൻ ചെയ്ത് ലീവ് എടുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പഴാ ഓർത്തത് അത് മാത്രമല്ല അത് ആക്ച്വലി ദൈവസ്നേഹത്തിലാ ചെയ്യാനായിട്ട് തീരുമാനിച്ചേ. അവരും കർത്താവിനെ അറിഞ്ഞ ഒരു മകളാ. അതുകൊണ്ട് എന്തായാലും പോകണം. മാത്രമല്ല കർത്താവ് അവരുടെ മകന് വേണ്ടി ഒത്തിരി പ്രായം കൂടി കഴിഞ്ഞിട്ട് അനുഗ്രഹിക്കപ്പെട്ട രീതിയിലൊരു കല്യാണം കൊണ്ടുവന്നതാ. ഒരു നല്ല വിശ്വാസിയെ. അപ്പൊ ആ സന്തോഷം പങ്കിടാനായിട്ട് പോകണമെന്ന് ചിന്തിച്ചപ്പം അപ്പഴാ ഓർത്തത് കർത്താവ് വേറൊരു കാര്യം കൂടെ അതിന്റെ കൂടെ ചേർത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പം കർത്താവ് അങ്ങനെ കർത്താവ് നമ്മുടെ കൂടെ എങ്ങനാ പ്രവർത്തിക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ മാത്രമേ കർത്താവിന് ഈ ലോകത്തിലുള്ളൂ നമ്മളെ നോക്കാനായിട്ട്. അങ്ങനെയാ കർത്താവ്. വേറെ ആരുടെയും കാര്യം ശ്രദ്ധിക്കാതെ എന്റെ കാര്യം മാത്രം ശ്രദ്ധിച്ച് എന്റെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ കർത്താവ് ശ്രദ്ധിച്ച് അങ്ങനെ ചെയ്യുന്ന പോലെയാ കർത്താവ് ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും കർത്താവിന്റെ കൈ എന്നെ നടത്തും. നിന്റെ വലങ്കൈ എന്നെ പിടിക്കും. 11ാം വാക്യം, "ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ" എന്ന് ഞാൻ പറഞ്ഞാൽ, ഞാൻ പിന്നെയും നിരാശയുടെ വാക്കുകളാ ഞാൻ പറയുന്നതെന്ന് വിചാരിച്ചോ? 12ാം വാക്യത്തിൽ, "ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ." വാട്ട് എ ബ്ലെസ്സഡ് തോട്ട്. കർത്താവിനെ നമ്മുടെ ഇരുട്ടും, നമ്മുടെ വിഷമവും, നമ്മുടെ ഡിപ്രഷനും ഒന്നും അതൊക്കെ കർത്താവ് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കർത്താവിനെ വിളിച്ചു വരുത്തിയില്ലെങ്കിൽ പോലും കർത്താവ് അവിടെ വരും. കാരണം നമ്മൾ കർത്താവിന്റെ മക്കളാ. കർത്താവിന്റെ മകളാ ഞാന്. ഒരു സ്ഥലവും കർത്താവ് വരാതെ ഇരിക്കത്തില്ല. ഞാൻ കർത്താവിനെ
അന്വേഷിക്കാതെ പോയിരുന്നാ പോലും കർത്താവിന്റെ മകളായതുകൊണ്ട് കർത്താവിന്റെ കൈ പിടിച്ചെന്നെ നടത്തും. വലം കൈ എന്നെ പിടിക്കുമെന്നായിരിക്കും. ഏത് സാഹചര്യം, ഇരുട്ടായിട്ടുള്ള സാഹചര്യം, രാത്രിയായിട്ടുള്ള സാഹചര്യം, എനിക്കത് മതി, എനിക്കിനി വേണ്ട, എനിക്ക് വെളിച്ചത്തിലോട്ട് വരണ്ടാന്ന് ഞാൻ പറഞ്ഞാൽ പോലും അവിടെ പറഞ്ഞിരിക്കുന്ന കർത്താവ് എന്നെ നടത്തുമെന്ന്. അതും 13-ലും 14-ലും 15-ലും ഒന്ന് വായിക്കാം. നീ ഞാൻ ഉണ്ടായതിന് മുമ്പേ നീയല്ലോ എന്നെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. അവ എന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. എത്ര വലിയ അനുഗ്രഹമാ പ്രിയപ്പെട്ടവരെ! അതായത് ഞാൻ ഇല്ല ഒരു 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 സെല്ലായിട്ട് എൻ്റെ അമ്മയുടെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇരുന്ന സമയത്ത് പിണ്ഡാകാരമായിരുന്നപ്പോൾ കർത്താവ് എന്നെ കണ്ടിട്ട് കർത്താവ് എനിക്ക് നിയമിക്കപ്പെട്ട നാളുകളുടെ എല്ലാം എഴുതി വെച്ചിരിക്കുക. കർത്താവിന്റെ കയ്യിൽ നമ്മൾ സുരക്ഷിതരാ. എത്ര ഭാഗ്യമാ അത്. അപ്പൊ നമ്മൾ ചിന്തിക്കും, എന്നെ ഭയങ്കരവും അതിശയകരവുമായി സൃഷ്ടിച്ചിരിക്കയാൽ ഓരോരുത്തരും ഡിഫറെന്റ് ആയിട്ടല്ലേ സൃഷ്ടിച്ചിരിക്കുന്നത്. ചിലരുടെ കളർ ഡിഫറെന്റ് ആയിരിക്കും, ചിലരുടെ നീളം ഡിഫറെന്റ് ആയിരിക്കും, ചിലരുടെ ആകൃതി ഡിഫറെന്റ് ആയിരിക്കും, ചിലരുടെ പല കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും, അയ്യോ എനിക്ക് മറ്റാളെ പോലെ. അതൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. നമ്മളെ എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് സൃഷ്ടിക്കാമോ കർത്താവ്, ആ കർത്താവിന്റെ ആഗ്രഹിക്കുന്ന രീതിയിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു ഷേപ്പ് കണ്ടോ, നമ്മുടെ ഒരു ഒരു നമ്മുടെ ഒരു ക്യാരക്ടർ. ചിലർക്ക് ഒരുമിച്ച് ലൗഡായിട്ടായിരിക്കും ചിലർ പതുക്കെ ആയിരിക്കും സംസാരിക്കുന്നത്, ചിലർക്ക് പാടാൻ കഴിവുണ്ടായിരിക്കും, ചിലപ്പോൾ അതില്ലായിരിക്കും. എന്തെല്ലാം നമ്മൾ കർത്താവിന് യുണീക്കാ. നമ്മളെ ഇങ്ങനെ തന്നെ സൃഷ്ടിക്കാനാ കർത്താവ് പ്രസാദിച്ചിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ട, അയ്യോ ഞാൻ എന്താ ഇങ്ങനെയായി പോയത്, എന്റെ മുടി എന്താ ഇങ്ങനെയായത്, എന്റെ കളർ എന്താ ഇങ്ങനെയായത്. കർത്താവ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. കർത്താവ് ഞാൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ കർത്താവ് എനിക്ക് വേണ്ടിയുള്ള ദിവസങ്ങൾ, എന്റെ സാഹചര്യങ്ങൾ ദൈവം എഴുതി വെച്ചിരിക്കുന്ന പറയുന്നത്. ഇന്ന് നമ്മളായിരിക്കുന്ന സാഹചര്യം നമ്മൾ ആക്സിഡന്റൽ ആയിട്ട് വന്നതല്ല, കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. എത്ര ലാസ്റ്റില് 17-ാമത്തെ വാക്യത്തില്, ദൈവമേ നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ, അവയുടെ ആകത്തുകയും എത്ര വലിയത്, അവയെ എണ്ണിയാൽ മണലിനേക്കാട്ടിലധികം. ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു. ഞാൻ ഞാൻ ഓർക്കുവായിരുന്നു, നമ്മൾ ഉണരുമ്പോൾ എന്ന് പറയുന്നത് ചിലപ്പം മരണത്തിന്റെ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതാകാം, രാത്രി കിടന്നത്. ഞാൻ ഓർക്കും, ഇന്നലെ രാത്രിയിൽ ഞാൻ വളരെ ഇച്ചിരി ഡിസ്റ്റർബ്ഡ്. സാധാരണ ഒരിക്കലും എന്റെ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് അല്ല. ഞാൻ ഞാൻ സ്വപ്നം കണ്ടു, 2-3 സ്വപ്നങ്ങൾ കണ്ടു. ആ സ്വപ്നത്തിലെല്ലാം ഞാൻ വളരെ ഉറക്കം തൂങ്ങി വണ്ടി ഓടിക്കുന്നതായിട്ടാ സ്വപ്നം കാണുന്നത്. കാരണം അത്ര എക്സോസ്റ്റഡ് ആൻഡ് ടയേർഡാ. ഞാനിങ്ങനെ എനിക്ക് കണ്ണ് തുറന്നു വെക്കാൻ പറ്റുന്നില്ല. ഞാൻ ആരെങ്കിലും വിളിക്കാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടുന്നില്ല. ഞാൻ എല്ലാ സ്ഥലത്തും. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര സന്തോഷമായിട്ട് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പം സ്വപ്നമാണെങ്കിലും തോന്നുമായിരുന്നു. അതായത് ഞാൻ ഇടിക്കാൻ പോയ, കാരണം ഇടയ്ക്കിടയ്ക്ക് കണ്ണടഞ്ഞു പോവാ വണ്ടി ഓടിക്കുമ്പം. അവിടെയും കർത്താവ് എന്നെ താങ്ങി ഇടിക്കാത്ത രീതിയില് ഞാൻ പോയി വണ്ടി നിർത്തും. പിന്നെയും ഉറക്കം മാറിയിട്ട് പിന്നെയും വണ്ടി എടുക്കും. പിന്നെയും ഇതുപോലെ തന്നെ ഇടിക്കാൻ പോകും. പക്ഷെ ഇങ്ങനത്തെ ഒരു സ്വപ്നം. അപ്പൊ ഇവിടെ ഞാൻ വായിക്കുവായിരുന്നു. ഞാൻ ഉണർന്നു കഴിഞ്ഞപ്പോ സ്വപ്നമാണല്ലോ, കർത്താവ് എങ്ങനെ എങ്ങനെ എന്നെ താങ്ങി എന്ന് ഞാൻ ചിന്തിച്ചു, സ്വപ്നമാണെങ്കിൽ പോലും. അപ്പൊ അങ്ങനെ കർത്താവ് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമ്മള് എണ്ണി കഴിഞ്ഞാൽ മണലിനേക്കാൾ അധികമായിട്ടുള്ള ചിന്തകൾ വെച്ച് കർത്താവ് നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കത്തില്ല കർത്താവ് നടത്തുന്നേ. അതിനെക്കാട്ടിലും ഹയർ ആയിട്ട് ഈ ചിന്തകളെ പറ്റി പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ഫേമസ് വാക്യം ഞാൻ വായിക്കാം. യെരമ്യാ 29:11. ആ വാക്യം എന്റെ മനസ്സിലോട്ട് വരുമായിരുന്നു. യെരമ്യാ പ്രവചനം 29:11 പ്രവാസത്തിൽ ഇരിക്കുന്ന ഇസ്രായേൽ മക്കളോട് കർത്താവ് പറയുന്ന വാക്യം ഞാൻ ഒന്നുകൂടെ വായിച്ചത് ആസ്വദിക്കുമായിരുന്നു. ഞാനത് വായിക്കാം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം. നമുക്കൊരു ആഗ്രഹമുണ്ട്, നമുക്കൊരു ശുഭഭാവി, നമ്മളെ പറ്റിയോ കുഞ്ഞുങ്ങളെ പറ്റിയോ ചേർച്ചിനെ പറ്റിയോ ഒക്കെ. നിങ്ങ ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രവാസത്തിലിരിക്കുന്ന, എക്സൈലിലിരിക്കുന്ന ഇസ്രായേൽ മക്കളോട് കർത്താവ് പറയുക, എനിക്കറിയാം നിരൂപണങ്ങള്. അതൊന്നും തിന്മയ്ക്കല്ല മക്കളെ, നിങ്ങളൊന്നും പേടിക്കണ്ട, നന്മയ്ക്കായിട്ടാ. മാത്രം ഒരു ശുഭഭാവി വരാമേ. കർത്താവ് നമുക്ക് വേണ്ടി അങ്ങ് ചിന്തിക്കുക. നമ്മളിനിയും ചിന്തിക്കേണ്ട ആവശ്യമില്ല, കർത്താവ് നമുക്ക് വേണ്ടി ചിന്തിക്കുക. ഞാനത് പിന്നെയും വായിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി.
അത് കഴിഞ്ഞ് 20 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങളിൽ ശത്രുക്കളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അത് വായിച്ചപ്പോൾ അപ്പം നമ്മുടെ ഒരു റെസ്പോൺസ് എന്തായിരിക്കണം? 21 വാക്യം, യഹോവേ നിന്നെ പായിക്കുന്നവരെ ഞാൻ പായിക്കേണ്ടതല്ലയോ, നിന്നോട് എതിർത്ത് നിൽക്കുന്നവരെ ഞാൻ എതിർക്കേണ്ടതല്ലയോ, ഞാൻ പൂർണ്ണ ദ്വേഷത്തോടെ അവരെ ദ്വേഷിക്കുന്നു, അവരെ എൻ്റെ ശത്രുക്കളായി എണ്ണുന്നു. ആക്ച്വലി ഇത് പഴയ നിയമകാലത്ത് ദാവീദ് പറഞ്ഞതാണെങ്കിലും അതിനേക്കാളും ഒരു വലിയ വെളിപ്പാട് നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു ശത്രുവേ ഉള്ളൂ, അത് സാത്താനാ. ബാക്കിയെല്ലാം നമ്മൾ ശത്രുത്വത്തിൽ നിന്ന് നമ്മളെ വീണ്ടും നമ്മൾ വലിച്ചെടുത്ത് കർത്താവിലേക്ക് കൊണ്ടുവരേണ്ടിയ മനുഷ്യരാണ് നമ്മുടെ ചുറ്റുമുള്ളവര്. അപ്പം ഈ ശത്രുവായ സാത്താനെ ഞാൻ പകയ്ക്കേണ്ടതാ. ശത്രുവിന്റെ ദൈവവചന വിരുദ്ധമായിട്ട് ശത്രുവിന്റെ ഒരു കെണിയിലും ഞാൻ അകപ്പെടാൻ പാടില്ല. ഞാൻ വളരെ സൂക്ഷിച്ച് നടക്കണം. ആ ശത്രുവിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ദ്വേഷിക്കണം എന്നുള്ള ചിന്ത എന്റെ മനസ്സിൽ വന്നത്. അവസാനം നമുക്ക് അറിയുന്ന വാക്യങ്ങളാണല്ലോ 23, 24. ദൈവമേ എന്നെ ശോധന ചെയ്ത് അപ്പൊ 2 റെസ്പോൺസ് ആണ് ഇവിടെ ഈ ദൈവത്തിന്റെ ഈ കരുതൽ ഇന്റിമേറ്റ് ആയിട്ട് എന്നെ അറിയുന്നതിൽ. ഒന്ന്, സാത്താന്യമായിട്ടുള്ള സാത്താന്യമായിട്ടുള്ളത് എങ്ങനെയാ അറിയേണ്ടത്? അത് വചനം വായിക്കുക മാത്രം മനസ്സിലാവുന്നത്. സട്ടിലായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിക്കുമായിരുന്നു, ഒരു കാര്യത്തില് ഒരു ഒരാൾക്ക് ഒരു യൂണിറ്റി ഇല്ല, ഐകമത്യം ഇല്ല എന്ന് ചിന്തിച്ചു. നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തതാണല്ലോ, അവർക്കത് മനസ്സിലായി കാണണല്ലോ, ഇനി എന്റെ ജോലി തീർന്നു. അങ്ങനെയല്ല. കർത്താവ് എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞ സമയത്തും വിട്ടുപോയ സമയത്തും കർത്താവ് അതൊന്നും ചോദിക്കാതെ അവസാനത്തോളം സ്നേഹിച്ചു. അപ്പൊ അതാണ് കർത്താവിന്റെ സ്വഭാവം. അത് വിട്ടിട്ട് ഞാൻ വേറൊരാളെ ക്രോസ് ചെയ്യാനും ജഡ്ജ് ചെയ്യാനും പോയത് സാത്താന്റെ സ്വഭാവം. അതാണ് ഈ ഇതിൽ കൂടെ കർത്താവ് ഇന്ന് നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. കർത്താവിനെ ഇത്രയും സ്നേഹിക്കുമ്പം, ഇത്രയും മോശമായിട്ടുള്ള എന്നെ സ്നേഹിക്കുമ്പം എൻ്റെ റെസ്പോൺസ് മറ്റുള്ളവരെ അതുപോലെ സ്നേഹിക്കാൻ, നമ്മുടെ ശത്രു സാത്താൻ മാത്രമാണെന്ന് ചിന്തിക്കാനും, അത് കഴിഞ്ഞിട്ട് ദൈനംദിനം എന്നെ തന്നെ ശോധന ചെയ്യാൻ, മറ്റൊരാളെ അല്ല. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ ശോധന ചെയ്യാനാണ് നമുക്ക് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് നിലവുകളെ അറിയണമേ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഇത് ഞാൻ എല്ലാ സമയത്തും 24 hours മൂമെന്റ് ബൈ മൂമെന്റ് ചെയ്തു കഴിഞ്ഞാൽ ആക്ച്വലി എൻ്റെ ജീവിതം വളരെ എളുപ്പമാവും. നമ്മളെപ്പോഴും മറ്റുള്ളവരെ ശോധന ചെയ്യാൻ നോക്കുന്നത്. കർത്താവ് എന്നെയും സഹായിക്കട്ടെ ഈ കാര്യത്തിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മെസ്സേജ് അവസാനിപ്പിക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാമോ? Father, Lord, we thank you, Lord, for yet another day and yet another, Lord, meeting which we could hear, Father. Thank you, Lord, for the blessed word. Thank you, Father, Lord, how, Lord, you care for us, how you orchestrate things for us on a daily basis, Kartave. And Kartave, namble itrem, Kartave, you love us, and how much finely you take care of every fine details of our lives, Lord Jesus. We thank you, Lord. So help us never to be anxious about anything. Help us never to be, Lord, worried about anything, but help us, Lord, to be at rest, Kartave, Ketabol, as we were reminded of Jeremiah, Lord Jesus, to know that you know the plans you have for us, and plans, Lord, to give us hope and future, Father, Lord. So I commit each one of us who is attending, Father. Help each one of us, Lord, to have each day a blessed day, Father, trusting in you, relying on you fully, and Lord, fulfilling your purposes, plans and purposes. Thank you, Lord, for the message we heard. Thank you, Lord, for Vinama. Commit her into your hands. Thank you, Lord, for keeping her. Lord, I pray, even as this message is put in YouTube, Lord, let many be able to hear, and let many be able to walk in an intimate way with you, Father. Thank you and praise you. Commit each one of us into your hands, and we ask this in Jesus' precious name. Amen. Praise the Lord.